നമസ്കാരം. SNDPയെ കാവി മൂടാനും ചുവപ്പ് മൂടാനും ആരെയും സമ്മതിക്കില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നക്സലുകൾ തൊട്ട് ലീഗുകാരൻ വരെ SNDP യോഗത്തിനകത്തുണ്ട്. ഇതിനകത്ത് ചുവപ്പുകാരും കാവിക്കാരും എല്ലാവരും ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. SNDP യോഗം ഒരു സമുദായ സംഘടനയാണ്, രാഷ്ട്രീയ സംഘടനയല്ല. ആ സമുദായത്തിൻ്റെ പൊതുവായ കാര്യം വരുമ്പോൾ ഒന്നിച്ച് നിർത്തുക എന്നല്ലാതെ അതിനകത്തുള്ള അംഗങ്ങൾക്ക് അവരവരുടെ രാഷ്ട്രീയ അഭിപ്രായമനുസരിച്ച് പോകാം. ഇടതുപക്ഷം സാധാരണക്കാരെ മറന്നുപോയെന്നും മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനം തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഗോവിന്ദൻ മാഷെ സംബന്ധിച്ച ഈഴവ സമുദായത്തിൽ നിന്ന് വോട്ട് ചോർന്നെന്ന് തോന്നുന്നെങ്കിൽ അത് ശരിയാണ്. ആ ശരി അദ്ദേഹം മനസ്സിലാക്കി. അതിലെ പരിക്ക് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാകുമെന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. താൻ പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായമാണ് പറയുന്നത്. താനൊരു രാഷ്ട്രീയക്കാരനല്ല. പ്രശ്നാധിഷ്ഠിതമായി നല്ലതിനെ നല്ലതെന്നും ചീത്തയെ ചീത്തയെന്നും അഭിപ്രായം പറയുമ്പോൾ അതിനെ കാവ്യവൽക്കരിച്ചെന്നും താൻ വർഗീയവാദിയാണെന്നും ഒക്കെ പറയാറുണ്ട്. ഇതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. മാഷ് പറഞ്ഞത് രാഷ്ട്രീയ അഭിപ്രായമാണ്, അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതുകൊണ്ട് ഞാനും മാഷും തമ്മിൽ തർക്കവും വഴക്കും ഗുസ്തിയും ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറല്ല. ഉമ്മൻചാണ്ടി 600 രൂപയെ കൊടുത്തുള്ളൂവെങ്കിൽ ഇടതുപക്ഷ എന്തുകൊണ്ടത് 1200 രൂപയാക്കി പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുത്തില്ല? മാവേലി സ്റ്റോറിൽ പാറ്റ കയറി ഇറങ്ങുകയാണ്, ഒരു സാധനവുമില്ല, പാറ്റയ്ക്ക് പോലും കഴിക്കാനൊന്നുമില്ല. ഇത് വലിയ പ്രശ്നമല്ലേ എന്നാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനു മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പ്രീണനമാണ് നടത്തുന്നത്. പലസ്തീൻ പ്രശ്നത്തിൽ മുസ്ലിം സമുദായത്തെ സുഖിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ചെയ്തത്? എത്ര സമ്മേളനമാണ് നടത്തിയത്? അടിസ്ഥാന വർഗം പണിയെടുത്തും ചോര കൊടുത്തും വളർത്തിയെടുത്ത പ്രസ്ഥാനത്തിൽ പ്രവർത്തകരായ പലർക്കും അവസരം കൊടുക്കാതെ ന്യൂനപക്ഷങ്ങൾക്ക് ട്രിപ്പിൾ പ്രമോഷനും അതിനപ്പുറത്തുള്ള പ്രമോഷനും അവരുടെ പ്രവർത്തന പാരമ്പര്യം പോലും നോക്കാതെ കൊടുത്തപ്പോൾ ചെറുപ്പക്കാരായ പലർക്കും നിരാശയുണ്ടായിട്ടുണ്ട് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്.